Hi all, today we will discuss about Python input and output functions. Then നമുക്കറിയാം നമ്മൾ ചെയ്തതാണ് എന്താണ് പൈത്തണിൽ ഔട്ട്പുട്ട് അതായത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? പ്രിൻറ്റ് ഫംഗ്ഷൻ ആണ്. വി യൂസ് പ്രിൻറ്റ് ഫംഗ്ഷൻ ടു ഔട്ട്പുട്ട് ഡേറ്റ ടു ദി സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് മീൻസ് സ്ക്രീൻ. Okay, then we can also output data to a file. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം പ്രിൻറ്റ് ചെയ്ത സമയത്ത് നമ്മൾ സ്ക്രീനിലേക്കാണ് ഡിസ്പ്ലേ ചെയ്ത് വന്നത്. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് അതായത് സ്ക്രീനിലേക്ക് മാത്രമല്ല, നമുക്ക് നമ്മളുടെ ഏതെങ്കിലും ഒരു ഫയലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഡേറ്റ റൈറ്റ് ചെയ്യാനും പറ്റും ബൈ യൂസിങ് പ്രിൻറ്റ് ഫംഗ്ഷൻ. അത് നമുക്ക് ഫയൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പൈത്തണിൽ പഠിക്കാനുണ്ട്, അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് നമുക്ക് അറിയാവുന്നതാണ്. പ്രിൻറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോഡ്സിൻ്റെ ഉള്ളിൽ ദിസ് സെൻറ്റൻസ് ഈസ് ഔട്ട്പുട്ട് ടു ദി സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്താണോ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? എ ഈക്വൽ ടു എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ 5 സ്റ്റോർ ചെയ്തു. ദെൻ പ്രിൻറ്റ് ദി വാല്യൂ ഓഫ് എ ഈസ് ദെൻ കോമ എ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അപ്പം ഇവിടെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞതാണ് എന്താണ്, നമ്മളുടെ ജാവയിലൊക്കെ നമ്മൾ system.out.println എന്താണ് ദി വാല്യൂ ഓഫ് എ ഈസ് എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ കോൺകാറ്റിനേറ്റ് ചെയ്ത് വരണമെങ്കിൽ നമ്മൾ പ്ലസ് സിമ്പിളാണ് യൂസ് ചെയ്യുക. അതിന് പകരം പൈത്തണിൽ എന്താണ് യൂസ് ചെയ്യുക? കോമയാണ് യൂസ് ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത്, പ്രിൻറ്റ് ദി വാല്യൂ ഓഫ് എ ഈസ് എ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ in the second print statement we can notice that a space was added between the string and the value of variable a. This is by default but we can change it. അതായത് അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളുടെ ഈ ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പം പ്രിൻറ്റ് ദി വാല്യൂ ഓഫ് എ ഈസ് എ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടുക? ദി വാല്യൂ ഓഫ്, ഇതായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട്. ദി വാല്യൂ ഓഫ് എ ഈസ് ദെൻ എന്താണ് 5 എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കും. അപ്പം ഇവിടെ ഈ സ്ട്രിങ് ദി വാല്യൂ ഓഫ് എ ഈസ് എന്ന് പറയുന്ന ഈ സ്ട്രിങ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഓട്ടോമാറ്റിക്കലി ആഡ് ആവുന്നുണ്ട്. ഓക്കെ, ദി വാല്യൂ ഓഫ് എ ഈസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പേസ് ഓട്ടോമാറ്റിക്കലി വരും. ദെൻ അതിന് ശേഷം ആ സ്പേസിന് ശേഷമായിരിക്കും എന്ത് ഡിസ്പ്ലേ ചെയ്യിക്കുക? 5 എന്ന് പറഞ്ഞ എയുടെ വാല്യൂ ഡിസ്പ്ലേ ആവുന്നത്. ഇത് ബൈ ഡിഫോൾട്ട് വരുന്നതാണ്. ഇവിടെ ആ ഒരു സ്പേസ് എന്താണോ ആ സ്ട്രിങ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കും വാല്യൂ പ്രിൻ്റ് ചെയ്യുക. ആ സ്പേസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ആഡ് ആവുന്നതാണ്. ഓക്കെ, ബട്ട് നമുക്ക് ആ സ്പേസിന് പകരം നമുക്ക് എന്തെങ്കിലും ക്യാരക്ടർ ആഡ് ചെയ്യാം. അതായത് ദി വാല്യൂ ഓഫ് എ ഈസ്, ദെൻ ഞാൻ പറഞ്ഞു ദി വാല്യൂ ഓഫ് എ ഈസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി വാല്യൂ ഓഫ് എ ഈസ് എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഒരു സ്പേസ് ആഡ് ആവും. ദെൻ അതിന് ശേഷം എയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ദെൻ നമുക്ക് അങ്ങനെയല്ല, ഈ സ്പേസിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇവിടെ കൊടുക്കണം. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുക? അതാണ് ഇവിടെ പറയുന്നത്. സോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആക്ച്വൽ ആ ഒരു പ്രിൻറ്റിൻ്റെ സിൻറ്റാക്സ് എന്താണെന്ന് അറിയണം. ഓക്കെ, ഇപ്പം പ്രിൻറ്റിൻ്റെ സിൻറ്റാക്സ് ഇതാണ് ശരിക്കുള്ള സിൻറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രിൻറ്റ് സ്റ്റാർ ഒബ്ജക്ട്സ് കോമ SCP സിംഗിൾ കോട്ട്സ് കോമ എൻഡ് ഈക്വൽ ടു /n കോമ ഫയൽ ഈസ് ഈക്വൽ ടു sys.std out കോമ ഫ്ലഷ് ഈക്വൽ ടു ഫോൾസ്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് പ്രിൻറ്റ് സ്റ്റാർ ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്ക് എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രിൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഹിയർ ഒബ്ജക്റ്റ് ഈസ് ദി വാല്യൂ ഓർ വാല്യൂസ് ടു ബി പ്രിൻറ്റഡ്. ഓക്കെ, ദെൻ SCP ഈക്വൽ ടു സ്പേസ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ദി വാല്യൂ ഓഫ് എ ഈസ് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു സ്പേസ് ആഡ് ആവുന്നുണ്ട് എന്ന് നമ്മൾ
പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് പകരം ഇവിടെ SCP എന്ന് പറയുന്നത് എന്താണ്? സെപ്പറേറ്റർ എന്നതാണ് SCP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെപ്പറേറ്റർ. അപ്പം ഈ സെപ്പറേറ്ററിൽ ഞാൻ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സ്റ്റാർ ആണ് കൊടുത്തതെങ്കിൽ എന്ത് വരും? ദി വാല്യൂ ഓഫ് എ ഈസ് കഴിഞ്ഞിട്ട് സ്റ്റാർ വരും. അതിനുശേഷം ആ വാല്യൂ ഡിസ്പ്ലേ ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രിൻറ്റ് ഇപ്പം പ്രിൻറ്റ് 1,2,3,4 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? 1 സ്പേസ് 2 സ്പേസ് 3 സ്പേസ് 4. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് ഉണ്ടാവുക. ബട്ട് നമ്മൾ എന്താണ് ഈ സെപ്പറേറ്റർ SCP ഈക്വൽ ടു സ്റ്റാർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ 4. ഓക്കെ, അപ്പം സ്പേസിന് പകരം വേറെ എന്തെങ്കിലും ക്യാരക്ടറാണ് നമുക്ക് വരേണ്ടതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? SCP സെപ്പറേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് നെക്സ്റ്റ് പറയുന്നത്. ദി SCP സെപ്പറേറ്റർ ഈസ് യൂസ്ഡ് ബിറ്റ്വീൻ ദി വാല്യൂസ്. ഇറ്റ് ഡിഫോൾട്ട്സ് ഇൻ ടു എ സ്പേസ് ക്യാരക്ടർ. ഓക്കെ, SCP നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, ഇതുവരെ നമ്മൾ അങ്ങനെയാണല്ലോ SCP എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നും കൊടുത്തിട്ടല്ല ചെയ്തത്. അങ്ങനെ SCP എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് കൊടുക്കാതെ ചെയ്യുകയാണെങ്കിൽ സ്പേസ് വരും. SCP കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ആ സ്പെസിഫൈ ചെയ്ത ക്യാരക്ടർ എന്താണോ അതാണ് ഓട്ടോമാറ്റിക്കലി വരിക. ഓക്കെ, ദെൻ പറയുന്നത് നെക്സ്റ്റ് വരുന്നത് എന്താണ്? end ഈക്വൽ ടു /n ആണ്. അതായത് end ഈക്വൽ ടു /n, അതായത് പ്രിൻറ്റ് ദി വാല്യൂ ഓഫ് എ ഈസ് എ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു end വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, end ഓട്ടോമാറ്റിക്കലി എങ്ങോട്ടാണ് പോകുന്നത്? നെക്സ്റ്റ് ലൈൻ, ന്യൂ ലൈനിനെയാണ് /n, ന്യൂ ലൈനാണ് റെപ്രസെൻറ്റ് ആവുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. എന്താണ്? ആഫ്റ്റർ ഓൾ വാല്യൂസ് ആർ പ്രിൻറ്റഡ് end ഈസ് പ്രിൻറ്റഡ്. ഇറ്റ് ഡിഫോൾട്ട്സ് ഇൻ ടു എ ന്യൂ ലൈൻ. ഓക്കെ, പ്രിൻ്റ് ആ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം end വർക്ക് ആവുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ന്യൂ ലൈനിലേക്കാണ് പോകുന്നത്. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ന്യൂ ലൈനിന് ഇപ്പം നമുക്ക് ന്യൂ ലൈനിലേക്ക് പോകണ്ട, അതിന് പകരം എന്തെങ്കിലും ക്യാരക്ടറാണ് end. എല്ലാം പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് എന്തെങ്കിലും ഒരു ക്യാരക്ടറോ എന്തെങ്കിലും നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ നമുക്ക് അത് ഈ എൻഡിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണ് പ്രിൻ്റ് എന്താണ്? പ്രിൻ്റ് 1 2 3 4 SCP ഈക്വൽ ടു ഹാഷ് ദെൻ കോമ end ഈക്വൽ ടു ആംപ്രസെൻ്റ് എന്ന് ഞാൻ പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെയാവുന്ന സമയത്ത് എനിക്ക് ഔട്ട്പുട്ടിൽ 1 ഹാഷ് 2 ഹാഷ് 3 ഹാഷ് 4 ദെൻ ഏറ്റവും ലാസ്റ്റ് 3 ഹാഷ് 4 ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യും? എനിക്ക് ആംപ്രസെൻ്റ് സിമ്പിൾ വരും. ഓക്കെ, end കൊടുത്തിട്ടില്ലെങ്കിൽ, end എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്പെസിഫിക് കീവേഡ് നമ്മളുടെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ന്യൂ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യും. ഇല്ല, end ഈക്വൽ ടു ആംപ്രസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്താണോ കൊടുത്തത്, ഇപ്പോൾ ഇവിടെ ആൻഡ് ആണ് കൊടുത്തത്, സോ ആ ആൻഡ് ഡിസ്പ്ലേ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഫ്ലഷ് ഈക്വൽ ടു ഫോൾസ്. ഫ്ലഷ് ഈക്വൽ ടു ഫോൾസ്. ഇതെന്തിനാണ് നമ്മൾ ഫ്ലഷ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് നിങ്ങൾ ബഫറിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ സിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ബഫറിംഗ് എന്ന് പറഞ്ഞ സംഭവം. അപ്പം അൺബഫറും ബഫറും. അൺബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മളൊരു ക്യാരക്ടർ 1 by 1 എടുത്തിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കുക. ഇപ്പോൾ A വന്നു ദെൻ A ഡിസ്പ്ലേ ചെയ്യിക്കുക, B വന്നു B ഡിസ്പ്ലേ ചെയ്യിക്കുക. അങ്ങനെ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ അൺബഫർ ചെയ്യാണ്ട് അത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? സ്പീഡ് കുറവായിരിക്കും അങ്ങനെ അൺബഫർ ചെയ്ത് ചെയ്യുന്ന സമയത്ത്. അതേസമയം ബഫർ ആകുമ്പോഴോ ഇപ്പം സിയിലൊക്കെ പഠിച്ചിട്ടില്ലേ ഒരു സൈസ്, ഒരു ബഫറിൽ ഒരു എത്രയാണ് അതിൻ്റെ സൈസ്, അത് ഫുള്ളാവുന്നത് വരെ എന്താണ് സ്ട്രിങ്സൊക്കെ സ്റ്റോർ ആവും. ദെൻ അതിനെ ഒരുമിച്ചെടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക? സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്പീഡ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ദി പ്രോസസ് ഓഫ് processing buffered data. The process of processing buffered data. ഓക്കെ, ബഫേർഡ് ഡേറ്റ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
ഫ്ലഷ് എന്ന് പറയുന്നത്. ഓക്കെ, ദി പ്രോസസ് ഓഫ് പ്രോസസ്സിങ് ബഫേർഡ് ഡേറ്റ. ബഫേർഡ് ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബഫറിങ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി ഇൻറ്റേർണലായിട്ട് ഒരു ബഫറിങ് മെക്കാനിസം അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് നമുക്കത് എന്ത് ചെയ്യണം, ഫോഴ്സ്ഫുള്ളി നമുക്ക് ചെയ്യണമെങ്കിലാണ് നമ്മളവിടെ ഫ്ലഷ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കേണ്ടത്, ട്രൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഫ്ലഷ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു കൊടുത്താൽ അതെന്താവും, ഫോഴ്സ്ഫുള്ളി നമ്മൾ അതിന് ചെയ്യാണ്. ഓക്കെ, അല്ലാതെ ഇൻറ്റേർണലി അവിടെ ഒരു ഫ്ലഷ് നടക്കുന്നുണ്ട്. ഓക്കെ, അല്ലാതെ ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫ്ലഷ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദി ഫയൽ ഈസ് ദി ഒബ്ജക്റ്റ് വേർ വാല്യൂസ് ആർ പ്രിൻറ്റഡ് ആൻഡ് ഇറ്റ്സ് ഡിഫോൾട്ട് വാല്യൂ ഇസ് sys.std.out of screen. Here are as an example illustrated. അതായത് ഇപ്പം വാല്യൂ എന്ന് പറയുന്നത് ഫയൽ ഈക്വൽ ടു sys.std ഔട്ടാണ്. ഓക്കെ, അതായത് നമുക്ക് എങ്ങോട്ടാണ് റൈറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ടില്ലെങ്കിൽ, ഫയൽ ഈക്വൽ ടു ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ടാണ് എന്തെന്ന് പറയുന്നത്, അതായത് നമ്മളുടെ സ്ക്രീനിലേക്കാണ് അത് ഡിസ്പ്ലേ ആവുക. ഓക്കെ, ദെൻ ഫയൽ ഈക്വൽ ടു നമ്മൾ ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ഡിസ്പ്ലേ ആവും. അത് നമുക്ക് ഫയൽ പഠിക്കുമ്പോൾ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഔട്ട്പുട്ട് ഫോർമാറ്റിംഗ് ആണ്. എന്താണ് ഔട്ട്പുട്ട് ഫോർമാറ്റിംഗ്? അതായത് ഇപ്പം നിങ്ങൾ സിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സിയിലൊക്കെ എന്താ പഠിച്ചത്, ഇപ്പം നമ്മൾ പ്രിൻ്റ് ഓഫ് ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് ദെൻ ദി വാല്യൂ ഓഫ് എ ഈസ് %d, then the value of b is %d, then comma ampersand a comma ampersand b. അങ്ങനെയൊക്കെ എന്താണ് കൂടുതൽ അട്രാക്റ്റീവായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ സ്ട്രിങ് ഫോർമാറ്റിങ്ങിൽ സി യൂസ് ചെയ്ത പോലെ %d %s ഒക്കെ നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. പക്ഷേ അതൊരു ഓൾഡ് മെത്തേഡാണ്. അതിനെക്കാട്ടും കൂടുതൽ ഫാസ്റ്റായിട്ടും കൺസൈസൊക്കെ ആയിട്ട് നടക്കുന്ന ഇവിടെ ഫങ്ഷനൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് ഔട്ട്പുട്ട് ഫോർമാറ്റിംഗ് നോക്കാം. സംടൈംസ് വി വുഡ് ലൈക്ക് ടു ഫോർമാറ്റ് അവർ ഔട്ട്പുട്ട് ടു മേക്ക് ഇറ്റ് ലുക്ക് അട്രാക്റ്റീവ്. ദിസ് ക്യാൻ ബി ഡൺ ബൈ യൂസിങ്, ഇപ്പം നമ്മളുടെ പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് str.format മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഫോർമാറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഫോർമാറ്റിംഗ് നടത്താം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് 2 വേരിയബിൾ ഉണ്ട്, എക്സ് വൈ എന്ന വേരിയബിളിലേക്ക്. അത് ഒരു വേരിയബിളിലേക്ക് നമ്മൾ 5 സ്റ്റോർ ചെയ്തു, ദെൻ നെക്സ്റ്റ് വേരിയബിളിലേക്ക് 10 സ്റ്റോർ ചെയ്തു. അതായത് x ഈക്വൽ ടു 5 y ഈക്വൽ ടു 10. ദെൻ നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കുമ്പം നമുക്ക് എങ്ങനെ വേണം, ദി വാല്യൂ ഓഫ് എക്സ് ഈസ് 5 ആൻഡ് വൈ ഈസ് 10 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണം. അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യും, ദി വാല്യൂ ഓഫ് എക്സ് ഈസ്, ദെൻ ഇവിടെ ബ്രേസ് യൂസ് ചെയ്യും. ദി വാല്യൂ ഓഫ് എക്സ് ഈസ് ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, ആൻഡ് വൈ ഈസ്, ദെൻ വീണ്ടും ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ദെൻ ഡോട്ട് ഫോർമാറ്റ്, അതാണ് പറയുന്നത് ഇവിടെ str.format എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അതാണ്. നമുക്ക് എന്താണോ പ്രിൻ്റ് ചെയ്യിക്കേണ്ട ആ സ്ട്രിങ് ഡോട്ട് ഫോർമാറ്റ്, ദെൻ നമുക്ക് x, y, അതായത് നമ്മളുടെ വേരിയബിൾ നെയിം നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുത്തു. അതായത് നമ്മൾ സിയിൽ ആംപ്രസൻറ്റ് a, ആംപ്രസൻറ്റ് b എന്ന് പറയാറില്ലേ, അതേപോലെ ഫോർമാറ്റ് ഓഫ് x, y എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുത്തു. അപ്പോഴെന്താണ് ഇവിടെ ഈ ബ്രേസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് ഇത് പ്ലേസ് ഹോൾഡറാണ്. അതായത് നമ്മൾ പറയില്ലേ എക്സ് എന്ന് പറയുന്നത് 0th ഇൻഡെക്സും എന്താണ് y എന്ന് പറയുന്നത് എന്താണ് 1 ആണ് അതിൻ്റെ ഇൻഡെക്സ്. അതാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം 0th ഇൻഡെക്സിൽ ഏതാണ്, എക്സ് ആണ്. എക്സിലെ വാല്യൂ എത്രയാണ്, 5. അത് ഇവിടെ വന്ന് സ്റ്റോർ ആവും. ഓക്കെ, ദെൻ അടുത്തത് y എന്ന് പറയുന്നത് 10 ആണ്. സോ അത് ഇവിടെ വന്നിട്ട് സ്റ്റോർ ആവും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും, ദി വാല്യൂ ഓഫ് എക്സ് ഈസ് 5 ആൻഡ് വാല്യൂ ഓഫ് വൈ ഈസ് 10 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പം കേളി ബ്രേസ് എന്ന് പറയുന്നത് എന്താണ്, പ്ലേസ് ഹോൾഡർ ആണ്. ഓക്കെ, ഹിയർ ദി കേളി ബ്രേസസ് ആർ യൂസ്ഡ് ആസ് പ്ലേസ് ഹോൾഡേഴ്സ്. ഓക്കെ, ദെൻ അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഇൻഡെക്സ് യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇവിടെ ഏത് ഓർഡറിലാണോ നമ്മൾ വേരിയബിൾ പറഞ്ഞിരിക്കുന്നത് ആ ഓർഡറിലായിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, ഡേറ്റ ഫില്ല് ചെയ്ത് പോവുക.
ഓക്കെ, അപ്പോൾ എക്സ് ഫസ്റ്റ് വന്നു, അപ്പോൾ എക്സിലെ വാല്യൂ, വൈ ഫസ്റ്റ് വന്നു, വൈ സെക്കൻഡ് വന്നു, ദെൻ വൈയിലുള്ള വാല്യൂ. ഓക്കെ, എല്ലാവരും നമുക്ക് ഇൻഡെക്സ് കൊടുക്കാം. ഇൻഡെക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഒന്നുമില്ല, കേളി ബ്രേസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. 1 2 3 എന്ന് പറഞ്ഞിട്ട് 0 1 2 3 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രിൻറ്റ് ഐ ലവ് കേളി ബ്രേസിൻ്റെ ഉള്ളിൽ 0 ആൻഡ് കേളി ബ്രേസിൻ്റെ ഉള്ളിൽ 1 ദെൻ ഡോട്ട് ഫോർമാറ്റ് ബ്രെഡ് കോമ ബട്ടർ. ഓക്കെ, അപ്പം ഇത് നേരത്തെ എക്സാമ്പിളിന് സെയിം തന്നെയാണ്. അതായത് പ്രിൻറ്റ് ഐ ലവ് 0th ഇൻഡെക്സിൽ ഏതാണ്, ബ്രെഡ്. സോ ഐ ലവ് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാല്യൂ വരും. ഓക്കെ, ഇവിടെ വാല്യൂ ഡയറക്റ്റ് പാസ് ചെയ്താൽ കേട്ടോ, വേരിയബിൾ ഒന്നും യൂസ് ചെയ്യാതെ. കണ്ടോ, സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ബ്രെഡ് കോമ സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ബട്ടർ എന്ന് പറഞ്ഞു കൊടുത്താൽ ഇത് വാല്യൂ ആണ് റെപ്രസെൻ്റ് ആവുന്നത്. അപ്പം 0th ഐ ലവ് ബ്രെഡും ദെൻ 1ൽ പോയിട്ട് ബട്ടർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, മറ്റേ സ്ഥലത്ത് എന്തായിരുന്നു, നമ്മൾ വേരിയബിൾ നെയിമാണ് യൂസ് ചെയ്തത്. വേരിയബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു. ദെൻ ഇവിടെ എന്താണ്, വേരിയബിൾ യൂസ് ചെയ്യാതെ ഡയറക്റ്റ് എന്താണ് വാല്യൂ പാസ് ചെയ്ത് കൊടുത്തതാണ്. അതാണ് ഇവിടെ ബ്രെഡും ബട്ടറും. ഓക്കെ, ദെൻ അടുത്തത് പ്രിൻറ്റ്, സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിലാണ് ആ വാല്യൂ പാസ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ദെൻ അടുത്ത എന്താ പറയുന്നത്, പ്രിൻറ്റ് ഐ ലവ് കേളി ബ്രേസിൻ്റെ ഉള്ളിൽ കണ്ടോ ഫസ്റ്റിൽ 1 കൊടുത്തു, ദെൻ പിന്നെയാണ് 0 കൊടുത്തത്. അപ്പം ഫസ്റ്റ് 1 എന്ന് പറയുന്നത് എന്താ, ബട്ടർ. അപ്പം ഐ ലവ് ബട്ടർ ആൻഡ് ബ്രെഡ് എന്നായിരിക്കും നെക്സ്റ്റ് എക്സാമ്പിളിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഓക്കെ, ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഐ ലവ് ബട്ടർ ആൻഡ് ബ്രെഡ്. ഓക്കെ, ഇങ്ങനെ ഇൻഡെക്സ്, അപ്പോൾ ഇൻഡെക്സ് ഓർത്ത് വയ്ക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ്. അതിന് പകരം നമുക്ക് ഈസി ആയിട്ട് എന്ത് യൂസ് ചെയ്യാം, കീവേഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിളാണ് അടുത്ത പറയുന്നത്. അതായത് പ്രിൻറ്റ് ഇവിടെ ഹലോ, പ്രിൻറ്റ് ഹലോ, ദെൻ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ നെയിം പറഞ്ഞു, ദെൻ കോമ ഗ്രീറ്റിംഗ് പറഞ്ഞു. ഓക്കെ, ഡോട്ട് ഫോർമാറ്റ് കണ്ടോ, ഇവിടെ ഗ്രീറ്റിങ്ങിലേക്ക് വാല്യൂ പാസ് ചെയ്തിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടും നെയിം എന്ന് ഈക്വൽ ടു ജോൺ. അപ്പോൾ ഇൻഡെക്സിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കീവേഡ്സ്. അപ്പോൾ ഇവിടെ ഗ്രീറ്റിംഗ് എന്ന് പറയുന്നതും നെയിം എന്ന് പറയുന്നതും എന്താണ്, കീവേഡ്സ് ആണ്. അപ്പം നമ്മൾ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നെയിമിൻ്റെ ഉള്ളിൽ എന്താണോ വാല്യൂ ഉള്ളത് അത് വന്നിട്ട് എങ്ങോട്ട് സ്റ്റോർ ആവും, ഇതിലേക്ക് സ്റ്റോർ ആവും. ഓക്കെ, ഹലോ ജോൺ. ഓക്കെ, ദെൻ കോമ ഗ്രീറ്റിംഗ്. അപ്പം ഗ്രീറ്റിങ്ങിൽ എന്താ ഉള്ളത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വന്നിട്ട് ഇതിലേക്ക് സ്റ്റോർ ആവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, we can even format string like the old printf style used in C programming language. Okay, we use the percentage operator to accomplish this. നമ്മൾ പെർസെൻറ്റേജ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നെയിം ഈക്വൽ ടു പീറ്റർ, ഏജ് ഈക്വൽ ടു 23. ഇവിടെ കണ്ടോ, പെർസെൻറ്റേജ് എസ് ഈസ് പെർസെൻറ്റേജ് ഡി ഇയേഴ്സ് ഓൾഡ്. ഓക്കെ, പിന്നെ നമ്മളവിടെ ആംബ്രസൻ്റ് ആയിരുന്നു യൂസ് ചെയ്തത്. സിയിൽ ആംബ്രസൻ്റ് എ കോമ ആംബ്രസൻ്റ് ബി എന്നായിരുന്നു യൂസ് ചെയ്തത്. സോറി അത് റീഡ് ചെയ്യാനല്ലേ. നമ്മൾ ജസ്റ്റ് എന്തായിരുന്നു, പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് ഡി കോമ പെർസെൻറ്റേജ് എസ് കോമ എന്താണ് പെർസെൻറ്റേജ് എ എന്നായിരുന്നു നമ്മൾ, പെർസെൻറ്റേജ് എസ് കോമ പെർസെൻറ്റേജ് ഡി എന്നായിരുന്നു കോമ, ദെൻ കോമ എ കോമ ബി എന്നായിരുന്നു നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ യൂസ് ചെയ്തത്. ഓക്കെ, ഇവിടെ അങ്ങനെ ജസ്റ്റ് ഇവിടെ പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് എസ് കോമ സിയിൽ നമ്മൾ യൂസ് ചെയ്തത് പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് എസ്, ദെൻ പെർസെൻറ്റേജ് ഡി, ദെൻ കോമ ഇട്ടിട്ട് എ കോമ ബി എന്നായിരുന്നു നമ്മൾ പറയാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു കോമ വരില്ല. ഓക്കെ, കോമ യൂസ് ചെയ്യുന്നില്ല. അതേപോലെ എന്താണ്, ഈ എ കോമ ബിക്ക് മുന്നേ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, പെർസെൻറ്റേജ് യൂസ് ചെയ്യണം. ഒന്നുകിൽ പെർസെൻറ്റേജ് എ കോമ പെർസെൻറ്റേജ് ബി, അല്ലെങ്കിൽ പെർസെൻറ്റേജ് എ ഓഫ് എ കോമ ബി. അങ്ങനെ നമ്മൾ എവിടെ യൂസ് ചെയ്യണം, പൈത്തണിൽ യൂസ് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പെർസെൻറ്റേജ് എസ് ഈസ് പെർസെൻറ്റേജ് ഡി ഇയേഴ്സ് ഓൾഡ്. കണ്ടോ, കോമയൊന്നുമില്ല. അതിനുശേഷം
പെർസെൻറ്റേജ് ഓഫ് നെയിം കോമ ഏജ്. ഓക്കെ, ഇപ്പം നെയിം പെർസെൻറ്റേജ് എസ്. അപ്പം പീറ്റർ ഇവിടെ വരും. പീറ്റർ ഈസ് എന്താണ് 23 years old. ഓക്കെ, ദെൻ അതേപോലെ തന്നെയാണ് നമ്മളുടെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. പെർസെൻറ്റേജ് 3.2f, ദെൻ പെർസെൻറ്റേജ് എക്സ്. അപ്പം 2 ഡെസിമൽ പ്ലേസസിനത് വരും, ഇവിടെ 4 ഡെസിമൽ പ്ലേസസിനത് വരും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പൈത്തൺ എഫ് സ്ട്രിങ് ആണ്. അതായത് ഈ എഫ് സ്ട്രിങ് എന്ന് പറയുന്നത് പൈത്തൺ ലേറ്റസ്റ്റ് പൈത്തൺ 3.6 വന്ന ഒരു മെത്തേഡാണ്. അതായത് പൈത്തൺ എഫ് സ്ട്രിങ് ഈസ് ദി ന്യൂവസ്റ്റ് പൈത്തൺ സിൻടാക്സ് ടു ഡു സ്ട്രിങ് ഫോർമാറ്റിംഗ്. ഇറ്റ് ഈസ് അവൈലബിൾ സിൻസ് പൈത്തൺ 3.6. Python F string provides a faster, more reliable, more concise and less error-prone way of formatting strings in Python. Okay, കൂടുതൽ കൺസൈസ് ആയിട്ടും ഫാസ്റ്റ് ആക്കിയിട്ടും ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് നെയിം ഈക്വൽ ടു പീറ്റർ, ഏജ് ഈക്വൽ ടു 23. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടോ പ്രിഫിക്സ് ആയിട്ട് എന്ത് യൂസ് ചെയ്തു? എഫ് യൂസ് ചെയ്തു. അതായത് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഫോർമാറ്റ് എന്നുള്ള കീവേഡൊന്നും അല്ല, ആ മെത്തേഡൊന്നും യൂസ് ചെയ്യാതെ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ആ ഫസ്റ്റ് എഫ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തു. ദെൻ സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുത്തു? ബ്രേസിൻ്റെ ഉള്ളിൽ നെയിം. അപ്പോൾ അത് പീറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യും, കോമ, ദെൻ എന്താണ് ബ്രേസിൻ്റെ ഉള്ളിൽ ഏജ്. അപ്പം എന്താണ് അത് 23 റെപ്രസെൻ്റ് ചെയ്യും, ഇയേഴ്സ് ഓൾഡ്. ഓക്കെ, മനസ്സിലായില്ലേ അത്? അപ്പം നമുക്ക് എഫ് എന്ന് പറഞ്ഞ കീവേഡ് മാത്രം അവിടെ യൂസ് ചെയ്താൽ മതി. വേറൊരു എക്സാമ്പിളാണ് ഇവിടെ 3 ബാഗ്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 3 സ്റ്റോർ ചെയ്തു. ആപ്പിൾ ഇൻ ബാഗ് അതിലേക്ക് 12 സ്റ്റോർ ചെയ്തു. ദെൻ നമ്മൾ പ്രിൻറ്റ് എഫ്, പ്രിൻറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഫ്, ദർ ആർ ടോട്ടൽ ഓഫ് കണ്ടോ ബ്രേസിൻ്റെ ഉള്ളിൽ ബാഗ്സ് ഇൻറ്റു ആപ്പിൾസ് ഇൻ ബാഗ് ആപ്പിൾസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇവിടെ ബാഗ്സിൽ 3 വരും. ദെൻ ഇൻറ്റു എന്ത് ചെയ്യും? 12 ചെയ്യും. അപ്പം ഔട്ട്പുട്ടിൽ വരുമ്പം 36 ഔട്ട്പുട്ട് വരും. അതായത് ദർ ആർ ടോട്ടൽ ഓഫ് ദെൻ 3 ഇൻറ്റു 12 മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ട് 36, ദെൻ എന്താണ് ആപ്പിൾസ്. മനസ്സിലായല്ലോ? അപ്പം ഇതാണ് എഫ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിഫിക്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു മെത്തേഡിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. അപ്പം ഇവിടെ പറയുന്നത് അതാണ്. എന്താണ്? ദി എഫ് സ്ട്രിങ് ഹാവ് ദി എഫ് പ്രിഫിക്സ് ആൻഡ് യൂസ് കേർലി ബ്രേസ് ബ്രാക്കറ്റ് ടു ഇവാലുവേറ്റ് ദി വാല്യൂസ്. മനസ്സിലായല്ലേ? ദെൻ എഫ് സ്ട്രിങ് വെച്ചിട്ട് കുറേ ഉണ്ട് കേട്ടോ. ദെൻ പൈത്തൺ, അടുത്തത് വരുന്നത് പൈത്തൺ ഇൻപുട്ടാണ്. പൈത്തൺ ഇൻപുട്ട് നമുക്കറിയാം എന്താണ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷനാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് കീബോർഡ് വഴി റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പം അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഓഫ് എന്താണ് ദെൻ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കല്ലേ ഇൻപുട്ട് എന്താ എൻ്റർ എ നമ്പർ. ഓക്കെ, അപ്പം അങ്ങനെ പ്രോംപ്റ്റ് വെച്ചിട്ട് ഇൻപുട്ട് ഓഫ് എൻ്റർ എ നമ്പർ അല്ലെങ്കിൽ ജസ്റ്റ് ഇൻപുട്ട് രണ്ടും വർക്ക് ചെയ്യും. ഓക്കെ, ഞാൻ ഇൻപുട്ട് ഇവിടെ എന്താണ് വേറൊരു ഡിഫറൻസും ഇല്ല. ഇൻപുട്ട് എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബ്ലാക്ക് വിൻഡോയിൽ എന്താണ് എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, അല്ലെങ്കിലോ ജസ്റ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തതെങ്കിലോ നമ്മളെ ബ്ലാക്ക് വിൻഡോയിൽ ജസ്റ്റ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും, ഒന്നും ചോദ്യവും പറച്ചിലൊന്നും ഉണ്ടാവില്ല, അത്ര തന്നെ. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു 10 റീഡ് ചെയ്തു. ഓക്കെ, ദെൻ ഞാൻ കഴിഞ്ഞ ഒരു സെക്കൻഡ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇപ്പം നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂ പൈത്തണിൽ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് എന്ത് റീഡ് ചെയ്ത് കഴിഞ്ഞാലും എന്തായിരിക്കും അത് സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, സ്ട്രിങ് ആയിരിക്കും. ദെൻ അതിന് ഇൻറ്റിജറിലേക്കാണെങ്കിൽ ഇൻറ്റിജറിലേക്ക്, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട്, ഡെസിമൽ ആണെങ്കിൽ ഡബിൾ ആണെങ്കിൽ ഡബിൾ, അങ്ങോട്ട് എന്ത് ചെയ്യേണ്ടി വരും? കൺവേർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? കണ്ടോ,
ആ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്. ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ അങ്ങനത്തെ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇപ്പം നമുക്ക് റീഡ് ചെയ്യുമ്പോൾ തന്നെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേരിയബിൾ ഈക്വൽ ടു ഇൻറ്റ്, ദെൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കും? ഇൻപുട്ട് മെത്തേഡ് കൊടുക്കും. ഇൻപുട്ട്, ദെൻ നമ്മൾ എന്ത് പറയും? എൻ്റർ എ നമ്പർ, എൻ്റർ എ നമ്പർ, ദെൻ ഇൻപുട്ടിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ദെൻ ഇൻറ്റിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പം ഫസ്റ്റ് എന്ത് വർക്ക് ചെയ്യും? ഇൻപുട്ട് എൻ്റർ എ നമ്പർ. അപ്പോൾ നമ്മൾ 10 ആണ് റീഡ് ചെയ്തതെങ്കിൽ അതെന്ത് ചെയ്യും? ഇവിടെ വരും. ആ 10നെ എന്ത് ചെയ്യും? ഇൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ ആ വാല്യൂ എടുത്തിട്ട് എയിലേക്ക് സ്റ്റോർ ചെയ്യും. ഇപ്പം എയിലുള്ളത് എന്ത് വാല്യൂ ആയി? ഇൻറ്റിജർ വാല്യൂ ആയി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾസ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ.